RSS സംഘപരിവാറുകാർ പിന്നെ അക്രമം കാട്ടി ഒരാളിനെ അടിച്ച് ഇല്ലാത്ത കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയപ്പോൾ അവരെല്ലാം പോയി അറസ്റ്റ് ചെയ്തു. ക്ഷേത്രത്തിനകത്ത് കയറി വിളിച്ചിരുന്നു. അപ്പൊ ക്ഷേത്രത്തിനകത്ത് കയറിക്കൂടെ? ഹിന്ദുക്കളായ പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ കയറി. എന്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം എന്ത് യവന്മാർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്? എവരാണ് ഈ BJP RSSകാരാണ് ഹിന്ദുക്കളുടെ പിന്നെ അവകാശങ്ങളെല്ലാം നേടി എടുത്തു വെച്ചിരിക്കുന്ന? അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരാരും ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളായ എല്ലാവർക്കും അവകാശപ്പെട്ടാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് ആർക്കും ഏത് സമയത്തും ഹിന്ദുക്കൾക്കെല്ലാം അവിടെ കയറാം. അല്ലാതെ RSS സംഘപരിവാറുകാർ മാത്രമേ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കയറിക്കൂടാ എന്ന് പറയുന്ന എവിടത്തെ തിട്ടൂരാണ്? അട്ടിപ്പേർ അവകാശം ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്നത് RSSകാർക്ക് മാത്രമല്ല, ഹിന്ദു മതവിശ്വാസികളായ എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ശരിയായ രീതിയിൽ നിയമ നടപടികളെടുത്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? കേരള പോലീസ് ആരെയാണ് ഭയക്കുന്നത്? ഒരുത്തനെ ഭയക്കരുത്. ഹിന്ദു ആവട്ടെ, മുസൽമാനാവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, തെണ്ടിത്തരം ആര് കാണിച്ചാലും, അക്രമം ആര് കാണിച്ചാലും, അനീതി ആര് കാണിച്ചാലും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള തൻ്റെ ഇടം വേണം, ശക്തി വേണം, അതിനുള്ള ആർജവം കാണിക്കണം. കേരള പോലീസായിട്ട് പ്രവർത്തിക്കണം. ഇത്രയും നാൾ നിങ്ങൾ പിണറായി വിജയന്റെ പോലീസായിരുന്നു. ഇനി അതങ്ങ് മാറണം. അത് മാറി സത്യവും ധർമ്മവും നീതിയും ഈ നാട്ടിൽ നടക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശക്തമായ നടപടികളെടുത്ത് മുന്നോട്ട് പോകണം. RSSകാരെയും BRSSകാരെയും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. സംഘപരിവാറുകാരെന്ത് വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തുകയാണ്, പോലീസുകാരൻ്റെ വീടുകളിൽ പോയിട്ട്. തെണ്ടിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു മര്യാദയില്ലേ? ഇപ്പോതാ ഒരു ഭജന ട്രൂപ്പ് കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിന്റെ പുറത്താണ്, ക്ഷേത്ര കോമ്പൗണ്ടിനകത്തുമല്ല, അതിന്റെ പുറത്തൊരു ഗാനമേള നടത്തിയ ഭജൻസ് എന്നാണ് പറയുന്നത്. ഭജന പാടിയതില്. അപ്പോൾ അതിനടുത്താണ് ഒരു ക്രിസ്ത്യൻ പള്ളിയും ഒരു സ്കൂളും ഒക്കെ ഉള്ളത്. അപ്പൊ ഈ പയ്യന്മാരെന്ന് പറയുന്നത് ആ സ്കൂളിൽ പഠിച്ചിരുന്ന പയ്യന്മാരും ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യൻ സ്കൂളിൽ. അപ്പൊ ആ സ്കൂളിന് വേണ്ടി ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞ് വിഷകലയും സെൻകുമാറും കുറെ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. ഇപ്പോഴാണ് ഈ ക്രിസംഖ്യകൾക്ക് മനസ്സിലാക്കിയത് ഇവരൊന്നും ശരിയാവൂല, ഇവർ വിഷങ്ങളാണ്. അതായത് മനസ്സിലാക്കാനുള്ളത്, മതേതരവാദികളായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒന്നിക്കണം. ഇവരെന്ന് പറഞ്ഞ വിഷങ്ങളാണ്. ഈ രാജ്യം കുട്ടിച്ചോറാക്കും, ഈ രാജ്യം നശിപ്പിക്കും. ഇവിടെ സമാധാനമായി ജീവിക്കാൻ ഇവരെ അനുവദിക്കില്ല. ഇവരുടെ എന്ന് പറയുന്ന ഒരു സൈസ് മാനസിക രോഗം ബാധിച്ചവരാണ്. ഇവരെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. ഒന്നുമല്ലെങ്കിലും ഇവർക്ക് മക്കളെങ്കിലും ഉണ്ട്, ഭർത്താവ് ഉണ്ടാന്ന് അറിഞ്ഞൂടെ? ഈ കാര്യം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഭാര്യമാരെ ഉപേക്ഷിക്കും, പെണ്ണുങ്ങൾ ഭർത്താവ്